സുഹൃത്തുക്കളെ, ഞാൻ മുനീർ പുത്തോപ്പാടം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഓരോ ദിവസവും വീക്ഷിച്ചിരുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. ഇപ്പം ഏറെക്കുറെ അതൊക്കെ പത്രമാധ്യമങ്ങളിൽ നാലാമത്തെയും അഞ്ചാമത്തെയും കോളങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയ ഒരു വാർത്തയായി മാറിയിട്ടുണ്ട്. എങ്കിലും വലിയ പ്രതീക്ഷയുമായി ഇന്ന് വരും നാളെ വരും എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു കുടുംബവും അതുപോലെ മലയാളികൾ ഒന്നടങ്കം കാത്തു നിൽക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട അബ്ദുറഹീമിൻ്റെ മോചനം. അബ്ദുറഹീമിൻ്റെ മോചനം എവിടെ വരെ എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം ഇപ്പം നമ്മളെ മുൻപിൽ വരികയാണ്. കഴിഞ്ഞ ദിവസം 8ാം തവണയും അദ്ദേഹത്തിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട ഉത്തരവ് കോടതി മാറ്റിവെച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചത്. വളരെ നിരാശയും വേദനയും തോന്നുന്ന ഒരു വാർത്തയായിരുന്നു അത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട അബ്ദുറഹീമിൻ്റെ മോചനം, സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ മോചനം വഴുകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉത്തരം വരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ മോചനം എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്നുള്ളതിന് ഒരുപാട് ഉത്തരങ്ങൾ പലരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും 33 കോടി രൂപ ആ സൗദി കുടുംബത്തിന് മോചനം ദ്രവ്യമായി നൽകുന്ന പക്ഷം അദ്ദേഹത്തിന് ജയിൽ മോചനം സാധ്യമാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലും സന്തോഷത്തിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബവും മലയാളികൾ ഒന്നടങ്കം. എന്നാൽ 10 മാസം പിന്നിടുമ്പോൾ, ഏകദേശം ഒരു വർഷത്തോളമാകാനായി, കഴിഞ്ഞ നോയമ്പിനാണ് നമ്മൾ ഈ ഒരു പിരിവുമായി പ്രിയപ്പെട്ട ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള ആളുകളും അതുപോലെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയൊക്കെ ആഹ്വാനപ്രകാരവുമൊക്കെ കേരളത്തിലെ സുമനസ്സരുകളായ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം 40 കോടിയോളം രൂപ പിരിച്ചെടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുറഹീമിന് മോചനം ലഭിക്കാനാവശ്യമായ നടപടിയിലേക്ക് കേരളീയ പൊതുസമൂഹം ഒന്നടങ്കം കടന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഖ്യ അനായാസം പിരിച്ചെടുക്കാൻ സാധിച്ചു. എങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മോചനം നീളുന്നു എന്ന് കേൾക്കുമ്പോൾ അത് തികച്ചും വേദന ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട സംഘടനകളും അദ്ദേഹവുമായി പ്രവർത്തിക്കുന്നവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും നിരന്തര ജാഗ്രതയോടുകൂടി കോടതിയിൽ ഈ വിഷയം വരുന്ന മുറക്ക് വക്കീൽ മുഖാന്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും മകനെ നഷ്ടപ്പെട്ട സൗദി കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് കോടതിയിൽ വേണ്ട വിധത്തിലുള്ള ഒരു അനുകൂലമായ നിലപാട് ഇല്ലാതെ വരുന്നത് കൂടിയാണ് ഒരു പക്ഷേ ഈ കേസ് മാറ്റിവെച്ച് 8 തവണയായി ഇപ്പോൾ മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അനന്തമായി നീണ്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമൊക്കെ ഈ വിഷയത്തിൽ നയതന്ത്രപരമായ ഇടപെടൽ കൂടി നടത്തി ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തെ ഫോളോ ചെയ്തും കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഗവൺമെൻറ്റുകളുടെ സഹകരണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാകും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സൗദിയിലെ കോടതി വിധിയെ പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്. അവരുടെ കുടുംബത്തിന് അവരാവശ്യപ്പെട്ട പണം നൽകാൻ തയ്യാറായി. നമ്മളുമായി ബന്ധപ്പെട്ട കേരളീയർ പിരിച്ച പണം അവർക്ക് കൈമാറാനും ഇവിടെ റെഡിയാണ്. എന്നിട്ടും കോടതിയിൽ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും കേസുകൾ നീണ്ടു പോവുകയും മോചനം നീണ്ടു പോകുകയുമാണ് ചെയ്യുന്നത്. ഈ അവസ്ഥ വളരെ ദുഃഖകരമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഒരിക്കൽ കൂടി എടുക്കണം എന്നുള്ള നിലയിൽ ഈ വിഷയം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എടുത്തത്. നിങ്ങളും പലരും ഈ വാർത്ത കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടാവും. 8ാം തവണയും മോചനവുമായി ബന്ധപ്പെട്ട കേസ് മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ അതൊരു വേദനയല്ലേ? ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസം, കഴിഞ്ഞ 20 വർഷത്തോളമായി അവർ അനുഭവിക്കുന്ന പ്രയാസം. 2006 നവംബർ 24 കേസിനാസ്പദമായ സംഭവം തന്നെ ഉണ്ടായത്. 2006 മുതൽ ഇന്ന് 2025 വരെയായി. ഏകദേശം 20 വർഷം തന്നെയായി. 19-20 വർഷത്തോളമായി കേസിനാസ്പദമായ സംഭവമായി ആ ചെറുപ്പക്കാരൻ ഏകദേശം വലിയ പ്രതീക്ഷയുമായി എല്ലാ മലയാളികളെയും പോലെ പ്രവാസിയായി വിദേശത്ത് പോയി ഒരു ജോലി നേടി അതുവഴി സമ്പാദിച്ച് കുടുംബം പോറ്റാമെന്നുള്ള
ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഗൾഫിലെത്തിയ ആ പാവം ചെറുപ്പക്കാരൻ്റെ ദയനീയ അവസ്ഥ ഇപ്പോഴും അത് ഒരു ദുരിതക്കയമായി നിൽക്കുകയാണ്. ഇന്ന് മോചനം നാളെ മോചനം എന്നുള്ള പ്രതീക്ഷയിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് മോചനം ലഭിക്കട്ടെ, അദ്ദേഹത്തിന് ആ വിഷയത്തിൽ സൗദി കോടതി അനുകൂലമായൊരു വിധി നൽകട്ടെ, അദ്ദേഹത്തിന് അനുകൂലമായി അദ്ദേഹത്തെ വിട്ടയക്കാനുള്ളൊരു കോടതി വിധി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ വിഷയം സർക്കാരുകൾ ഏറ്റെടുത്തുകൊണ്ട് മോചനദ്രവ്യം നൽകുന്നതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് വിട്ടയക്കാൻ ആവശ്യമായ, അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ആവശ്യമായ സർക്കാർ തല ഇടപെടൽ കൂടി, രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ വിഷയം ഇത്രയും വൈകുമ്പോൾ തോന്നുന്നത് എന്ന് കൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടലുകളും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അവരുടെ സഹായങ്ങൾ കൂടി, ഗവൺമെൻറ്റുകളുടെ സഹായങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ് ഇത്തരം കോംപ്ലിക്കേറ്റഡായ വിഷയങ്ങൾ പെട്ടെന്ന് പരിഹാരത്തിലെത്തൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും കഴിഞ്ഞകാല സഹകരണം പോലെ തുടർന്നും ഈ മോചനം ലഭ്യമാകുന്നത് വരെയുള്ള സഹകരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ വിഷയത്തിൽ നമ്മൾ മലയാളികൾ എടുത്ത എഫേർട്ടിന് ഫലമുണ്ടാകും. അതിൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേജിൽ അത് മോചനം ലഭ്യമാകുമ്പോഴാണ് നമ്മളെടുത്ത ആ ഒരു പോരാട്ടത്തിന് അതല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ പരിസമാപ്തി ഉണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഈ വിഷയം എടുക്കാനുള്ള പ്രധാന കാരണം ഞാൻ മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഈ വാർത്ത ഇന്ന് മുഖ്യധാര വാർത്തയല്ലാതെയായി ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഈ വിഷയം ഒന്ന് ലൈവായി വരട്ടെ, അതിന് നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എന്നുള്ള തലത്തിലാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.